എന്റെ കുഞ്ഞുങ്ങളെ, നിങ്ങളെ ദ്രോഹിക്കുന്നവരോട് ക്ഷമിക്കുവാൻ നിങ്ങൾ മറന്നു പോകരുത്. നിങ്ങൾ പ്രാർത്ഥിക്കുന്നവർ മാത്രമാകാതെ പ്രവർത്തിക്കുന്നവരുമാകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ചെറിയ കാര്യങ്ങൾ കോപത്തോടെ നിങ്ങൾ ചെയ്യുമ്പോൾ വിശുദ്ധി എന്ന വലിയ കാര്യം നിങ്ങളിൽ നിന്ന് നഷ്ടമാകുമെന്ന് അറിഞ്ഞുകൊള്ളുവിൻ. ഇതുകണ്ട് എൻ്റെ പുത്രനായ ഈശോ ഏറെ വേദനിക്കുന്നു. മരിയൻ അപ്പരീഷൻസ്. മുട്ടുമ്പോൾ എന്നും തുറക്കുന്ന വാതിലേ, നിത്യസഹായത്തിൻ പൂന്തേന്നലേ, സ്വർഗത്തിലെന്നും വിളങ്ങുന്ന താരമേ, സ്നേഹത്തിൻ നിലയനമേ, അമ്മേ ത്യാഗത്തിൻ നിറകൂടമേ, പരലോകരാജ്ഞിയാമെന്നമ്മേ, എന്നും മാതൃസ്നേഹത്തിൻ്റെ മാതൃകയേ, ഉഷകാലേ നിന്നും താരകമേ, നിന്നെ സാദരം ഞങ്ങൾ വാഴ്ത്തുന്നു, നിന്നെ സാദരം ഞങ്ങൾ വാഴ്ത്തുന്നു. പ്രകാശത്തേക്കാൾ വേഗത്തിലാണ് ഇന്ന് മനുഷ്യർ പാപത്തിലേക്ക് വീണുകൊണ്ടിരിക്കുന്നത്. ഭൗതിക തകർച്ചകൾക്കുമപ്പുറം ഇന്ന് ലോകത്തിൽ ആത്മീയ തകർച്ചകളും വേഗത്തിലാവുന്നു. നല്ല വ്യക്തികൾ നന്മയുടെ പാത വിട്ട് തിന്മയിലേക്ക് നിബദിക്കുന്നു. ഇന്നലെ വരെ നന്മയുടെ ആദർശങ്ങളെ മുറുകെ പിടിച്ചവർ ചില ചെറിയ ലാഭങ്ങൾക്കു വേണ്ടി തിന്മയെ കൂട്ടുപിടിക്കുന്നു. കുടുംബ ബന്ധങ്ങളിൽ നിന്നും അവിശ്വസ്ത ബന്ധങ്ങളിലേക്ക് ചിലർ ചായുന്നു. ഇതിനെല്ലാം കാരണം ഈ കാലഘട്ടത്തിൽ പിടിമുറുക്കുന്ന പാപബോധമില്ലായ്മ എന്ന മാരകമായ അവസ്ഥയാണ് എന്നതാണ് വസ്തുത. നന്മയുടെ രൂപത്തിൽ തിന്മ ഈ കാലഘട്ടത്തെ വരിഞ്ഞു മുറുക്കുന്നു. പിശാച് മനുഷ്യനെ തകർക്കാൻ അലറുന്ന സിംഹത്തെപ്പോലെ ആരെ വിഴുങ്ങേണ്ടു എന്നാഗ്രഹിച്ച് വ്യാപരിക്കുന്നു. തിരുസഭയിൽ നിന്നും കൂദാശകളിൽ നിന്നും മനുഷ്യനെ വേർപെടുത്തുക എന്ന ആത്യന്തിക ലക്ഷ്യം അവൻ തന്ത്രപൂർവം ഇന്ന് നിർവഹിക്കുന്നു. കുടുംബത്തിലെ സ്നേഹബന്ധങ്ങളെ അവൻ തകർത്തുകൊണ്ട് തിരുസഭയുടെ അടിസ്ഥാന ശിലയെ ശിഥിലമാക്കാൻ ശ്രമിക്കുന്നു. തിരുസഭയുടെ സംരക്ഷകയും മനുഷ്യമക്കളുടെ ആലംബവുമായ നമ്മുടെ അമ്മ മുൻകാലത്തേക്കാളധികം ഈ യുഗാന്ത്യ കാലഘട്ടത്തിൽ ഈ തിന്മയുടെ ശക്തികൾക്കെതിരെ മാലാഖമാരുടെ രാജ്ഞിയുടെ അധികാരത്തോടെ ഇടപെട്ടുകൊണ്ടിരിക്കുന്നു. മനുഷ്യമക്കൾ പാപം ചെയ്ത് കൂദാശ ജീവിതം ഉപേക്ഷിച്ച് തിരുസഭയുടെ സ്നേഹത്തിൽ നിന്നും അകന്നുമാറുന്നതിൽ അമ്മ ഏറ്റം വേദനിക്കുന്നു. യുവജനങ്ങൾ തിരുസഭയുടെ വിശുദ്ധിയോട് ചേർന്നു നിൽക്കാൻ അമ്മ ഏറ്റം ആഗ്രഹിക്കുന്നു. മെഡ്ജുഗോറിയയിലെ അമ്മയുടെ വേദനയാർന്ന പങ്കുവയ്ക്കൽ ഇപ്രകാരമായിരുന്നു. യുവജനങ്ങളെ, നിങ്ങൾ തിരുസഭയെ കൂടുതൽ സ്നേഹിക്കുവിൻ. നിങ്ങൾ എന്റേതാണെന്ന് സാത്താൻ തിരിച്ചറിയുന്നതിനായി ജപമാല കഴുത്തിൽ ധരിക്കുവിൻ. അത് നിങ്ങൾക്ക് വലിയ സംരക്ഷണമേകും. തിരുസഭയെക്കുറിച്ച് സ്നേഹത്തോടെ മാത്രം സംസാരിക്കുവിൻ. വിശുദ്ധ കൂദാശകളെ ഭക്തിയോടെ സ്വീകരിക്കുവിൻ. മക്കളെ, നിങ്ങൾ അൾത്താരയോട് ചേർന്ന് നിൽക്കുവിൻ. എൻ്റെ പുത്രൻ കുരിശിൽ നിന്ന് കരം നീട്ടി നിങ്ങളെ പുണരുന്നത് ഞാൻ കാണട്ടെ. കണ്ണീരിൻ്റെ അമ്മ എന്ന വിശേഷണത്താൽ ലോകത്തെ മാനസാന്തരത്തിൻ്റെ വഴിയിലേക്ക് ആനയിക്കുന്ന
ലാസ്ലേറ്റിലെ നമ്മുടെ അമ്മ ലോകമെങ്ങും ഈ കണ്ണുനീരിൻ്റെ അടയാളം നൽകിക്കൊണ്ടിരിക്കുന്നു. ഫ്രാൻസിൻ്റെ മണ്ണിൽ ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന വ്യക്തികളിലേക്ക് തങ്ങളിലെ പാപാവസ്ഥയെക്കുറിച്ചും വ്യക്തിജീവിതത്തെക്കുറിച്ചും ആഴത്തിലുള്ള ചിന്ത പകരാൻ ഈ കരയുന്ന സ്വർഗസുന്ദരിയുടെ മുഖത്തിന് കഴിഞ്ഞു. എന്നും ഈ മല ചവിട്ടുന്ന ജനകോടികളിലേക്ക് സ്വർഗത്തിൻ്റെ വലിയ സുഗന്ധം പകരുവാനും അതുവഴി മാനസാന്തരത്തിൻ്റെ വലിയ അഗ്നി ലോകമെങ്ങും പരത്തുവാനും നമ്മുടെ അമ്മയ്ക്ക് കഴിയുന്നു. ഫ്രാൻസിലെ ജനത തിരുസഭയിൽ നിന്നും അകന്ന് വിശുദ്ധ കുർബാനയർപ്പണത്തെ ലാഘവത്തോടെ കണ്ട കാലഘട്ടത്തിലായിരുന്നു അമ്മയുടെ ഈ വലിയ ഇടപെടലുണ്ടായത്. ഇടയ കുട്ടികളായ മാക്സിമിനും മിലനും ആ ഗ്രാമത്തിലെ വളരെ സാധാരണ വീടുകളിലെ കുട്ടികളായിരുന്നു. താഴ്വാരത്ത് കണ്ട കരയുന്ന ദിവ്യത്വമുള്ള സുന്ദരി തങ്ങളോട് പറഞ്ഞ കാര്യങ്ങൾ ഗ്രഹിക്കാൻ അവർക്ക് കഴിഞ്ഞത് അന്നാട്ടിലെ ജനങ്ങൾ ജീവിച്ചിരുന്ന തെറ്റായ വഴികൾ ഈ കുട്ടികൾക്ക് അറിയാമായിരുന്നതുകൊണ്ടാണ്. ഞായറാഴ്ച ആചരണത്തിലെ അപാകതകളും മറ്റും അമ്മയെ ഏറെ വേദനിപ്പിച്ചിരുന്നു. എന്നും അമ്മയുടെ ഈ വേദന ലോകത്തിൽ പ്രകടമാകുന്നു. ദിവ്യകാരുണ്യനാഥൻ ഓരോ സക്രാരിയിലും നമ്മെ കാത്തിരിക്കുന്നു എന്ന വലിയ സത്യം അമ്മ ഈ കാലഘട്ടത്തിൽ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. വിശുദ്ധ കുർബാന വെറുമൊരു ആചരണം മാത്രമാകാതെ സ്നേഹം പങ്കുവയ്ക്കുന്ന അനുഭവമായി മാറാൻ അമ്മ ഏറെ കൊതിക്കുന്നു. പുത്രനോടൊപ്പം ഹൃദയം കൊണ്ട് കാൽവരി മലയിൽ ബലിയർപ്പിച്ച നമ്മുടെ അമ്മ ആ വിമലമായ ഹൃദയത്തിൻ്റെ വാതിൽ തുറന്ന് നമ്മെ ഓരോ ബലിപീഠത്തിനരികിലും കാത്തിരിക്കുന്നു. ലാസ്ലേറ്റിലെ അമ്മയുടെ വേദന യുഗാന്ത്യം വരെയുള്ള ബലിപീഠത്തിൻ്റെ വേദനയായി മുഴങ്ങുന്നു. മാലാഖമാരുടെ അകമ്പടിയോടെ സ്വർഗീയ രാജ്ഞിയായ അമ്മ ഓരോ വിശുദ്ധ കുർബാനയിലും പുത്രന്റെ തിരുശരീര രക്തങ്ങളുടെ ചാരെ നിലകൊള്ളുന്നു എന്ന് തിരുസഭ നമ്മെ പഠിപ്പിക്കുന്നു. തൻ്റെ പുത്രന്റെ ബലിക്കുള്ള മേശ ഇന്നും അവൾക്ക് നസ്രത്തിലെ ഊണുമേശയായി മാറുന്നു. അങ്ങനെ സഹരക്ഷകയായ നമ്മുടെ അമ്മ ബത്ലഹേം മുതൽ കാൽവരി വരെയും കാൽവരി മുതൽ കാലഘട്ടത്തിൻ്റെ പൂർത്തീകരണം വരെയും സഹരക്ഷക എന്ന പദവി മനോഹരമായി നിർവഹിക്കുന്നു. ലാസ്ലേറ്റിലെ ഇടയക്കുട്ടികൾക്ക് ഈ പ്രത്യക്ഷം സംഭവിക്കുമ്പോൾ അവിടെ ജീവിച്ചിരുന്ന വിശുദ്ധനായ വൈദികൻ ജോൺ മരിയ വിയാനി ഈ അത്ഭുതത്തിൻ്റെ അംഗീകാരത്തിനായും അമ്മയുടെ സന്ദേശങ്ങൾക്കായി വില കൊടുക്കാനും ഏറെ പരിശ്രമിച്ച ആളായിരുന്നു. ലാസ്ലേറ്റ് കാലത്തിൻ്റെ പൂർണ്ണതയിൽ ലോകത്തിനു മുൻപിൽ മാനസാന്തരത്തിൻ്റെ സന്ദേശം പേറുന്ന മലനിരയായി ഉയരുമെന്നും വിശ്വാസികൾ കൂട്ടമായി വന്ന് പുത്രനെ ഇവിടെ ആരാധിക്കുമെന്നും വിശുദ്ധ വിയാനി സ്വപ്നം കണ്ടിരുന്നു. മാക്സിമിനേക്കാളും മെലനിയേക്കാളും ഈ സന്ദേശത്തിൻ്റെ പ്രചാരകയായി മാറിയത് മാതാവ് തന്നെയായിരുന്നു. ലാസ്ലേറ്റിലെ കരയുന്ന മാതാവിൻ്റെ മലയിൽ വന്ന് മാനസാന്തരത്തിൻ്റെ പാതയിൽ നടന്നവരിൽ പ്രശസ്തരായ ശാസ്ത്രജ്ഞരും കലാകാരന്മാരും തത്വചിന്തകരുമുണ്ടെന്നത് യാഥാർത്ഥ്യമാണ്. സ്വർഗത്തിൻ്റെ സന്ദേശവാഹകയായി പ്രേക്ഷിത ദൗത്യം നൽകുക എന്ന മഹനീയമായ ഒരു കർമ്മമാണ് മാതാവ് ലാസ്ലേറ്റിൽ നിർവഹിച്ചത്. ലാസ്ലേറ്റിൽ ഇടയക്കുട്ടികൾക്ക് പ്രത്യക്ഷപ്പെട്ടു എന്ന സംഭവം
ഒരു ചരിത്ര വസ്തുതയായി കാണാതെ നാം അതിലെ അമ്മയുടെ സന്ദേശത്തിൻ്റെ പൊരുളുകളിലേക്ക് സഞ്ചരിക്കുമ്പോഴാണ് അമ്മയുടെ ദൗത്യം സ്വർഗത്തിൽ പൂർത്തിയാവുന്നത്. ഇന്നും ഓരോ പ്രത്യക്ഷ ദേവാലയങ്ങൾ സന്ദർശിക്കുമ്പോഴും ആചാര അനുഷ്ഠാനങ്ങൾക്കുപരി അത് വ്യക്തിജീവിതത്തിൽ മനപരിവർത്തനത്തിന് വേദിയാകുന്നുണ്ടോ എന്നത് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. മാതാവിൻ്റെ സവിധത്തിലായിരുന്ന നേരമത്രയും മാക്സിമിനും മെലനിയും ശ്രദ്ധിച്ചിരുന്ന ഒരു വസ്തുതയുണ്ടായിരുന്നു. അമ്മ ദുഃഖാർത്തിയായി സംസാരിച്ച നേരമത്രയും കണ്ണിൽ നിന്നും ഒഴുകിയിറങ്ങിയ കണ്ണുനീർ നിലത്തു വീണിരുന്നില്ല എന്നത്. ഇത് വലിയൊരു സ്വർഗീയ സത്യം നമുക്ക് വെളിപ്പെടുത്തി തരുന്നു. അനുദിന ജീവിതത്തിലെ സങ്കടങ്ങളുടെ കണ്ണുനീർ സ്വർഗത്തിൻ്റെ പ്രഭയിലും സന്തോഷത്തിലുമായിരുന്നാൽ തനിയെ ആ പ്രഭയിൽ അലിഞ്ഞില്ലാതാകുമെന്ന് അമ്മ നമുക്ക് കാണിച്ചു തന്നു. സ്വർഗത്തിൻ്റെ പ്രഭയിൽ അനുദിനം ജീവിക്കാൻ വിശ്വാസിക്ക് സ്വർഗം നൽകുന്ന സാന്ത്വനമായി ലാസ്ലേറ്റ് ചരിത്ര പണ്ഡിതർ ഇതിനെ വ്യാഖ്യാനിക്കുന്നു. പാപികളുടെ മാനസാന്തരത്തിനായി വില കൊടുക്കുന്ന പ്രാർത്ഥിക്കുന്ന വിശ്വാസികൾക്ക് ഈ അമ്മയുടെ കണ്ണുനീരിൻ്റെ അടയാളം വലിയ സാന്ത്വനമായി മാറുന്നു. ലോകത്തിൻ്റെ മാനസാന്തരത്തിനായി പ്രാർത്ഥിക്കുന്നതോടൊപ്പം അതിനായുള്ള പ്രവർത്തനങ്ങളും ജീവിതത്തിലുണ്ടെങ്കിൽ മാത്രമേ സ്വർഗത്തിൻ്റെ ഈ പദ്ധതിയോട് വിശ്വാസികളായ നമുക്ക് ചേർന്നു നിൽക്കുവാൻ സാധിക്കുകയുള്ളൂ. പാപജീവിതം നയിക്കുന്ന ഒരാളെയെങ്കിലും അനുതാപത്തിലേക്ക് നയിക്കാൻ ദിനം തോറും സ്വർഗം അമ്മയിലൂടെ നമ്മെ ക്ഷണിക്കുന്നു. തിരുവചന പ്രഘോഷണ പ്രവർത്തനങ്ങളെ നീതിപൂർവം പിന്തുണച്ചുകൊണ്ടും സ്വന്തം കർമ്മമണ്ഡലങ്ങളിൽ യേശുവിൻ്റെ വചനത്തിന് സാക്ഷികളായി തീർന്നുകൊണ്ടും സ്വർഗത്തിൻ്റെ ഈ പദ്ധതിയോട് നമുക്ക് ചേർന്നു നിൽക്കാം. കണ്ണുനീരിന്റെ മാതാവേ, കരുണ നിറഞ്ഞൊരു മാതാവേ, പാദതാരിൽ പാപികൾ ഞങ്ങൾ പ്രാർത്ഥിക്കണമേ തായേ നീ. പാദതാരിൽ
പാപം പെരുകിയിരിക്കുന്ന ഈ ലോകത്ത് കർത്താവിൻ്റെ കൃപയും കാരുണ്യവും അതിലേറെ ഇരട്ടിച്ചിരിക്കുന്നു എന്ന് നാം തിരിച്ചറിയുക. മാനസാന്തരമെന്ന ആഹ്വാനത്തിനപ്പുറം സ്വയം വ്യക്തിജീവിതത്തിൽ ഹൃദയത്തിലേക്ക് നോക്കി അത് ആരംഭിക്കുവാനും അങ്ങനെ അനുദിനം ദൈവസ്നേഹത്തിൽ വളരുവാനുമുള്ള ആഹ്വാനമാണ് അമ്മയുടെ ഓരോ ഇടപെടലും നമുക്ക് നൽകുന്ന വെല്ലുവിളി. ദേവാലയം ഉപേക്ഷിച്ച് സഞ്ചരിക്കുന്ന ജനത നേരിടാൻ പോകുന്ന വലിയ ദുരന്തം അമ്മ മുൻകൂട്ടി ദർശിക്കുന്നു. സ്വർഗത്തിൻ്റെ പദ്ധതികൾ അമ്മ മുൻകൂട്ടി മനസ്സിലാക്കുന്നു. മനുഷ്യമക്കളോടുള്ള കരുണയെയും മാതൃസ്നേഹത്തെയും പ്രതി ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ അമ്മ ഈ മാനസാന്തര വാർത്തയുമായി ഇടപെട്ടുകൊണ്ടിരിക്കുന്നു. പിശാചിനെയും അവൻ്റെ ആഡംബരങ്ങളെയും ഉപേക്ഷിച്ച് അനുദിനം വിശുദ്ധിയിൽ വളർന്ന് കൂദാശ ജീവിതവും അനുതാപവും വഴി നിർമ്മലരായി നമുക്ക് അമ്മയുടെ ആഹ്വാനങ്ങളോട് ജീവിതങ്ങളെ ചേർത്തുവയ്ക്കാം. ലാസ്ലെറ്റിനെ ആഴത്തിൽ പഠിക്കുമ്പോൾ ചില പ്രധാന സ്വർഗീയ അടയാളങ്ങളിലേക്ക് നാം ചെന്നെത്തുന്നു. പ്രത്യക്ഷ സമയത്ത് അമ്മ ധരിച്ചിരുന്ന കുരിശും ചവണയും ചുറ്റികയും പിന്നീട് പല ചർച്ചകൾക്കും വഴിവെച്ചു. ക്രൂശിതനായ യേശു സർവമഹത്വത്തോടെയും അമ്മയുടെ നെഞ്ചിൽ കാണപ്പെട്ടു. സ്വർഗീയ സംരക്ഷണമായി അമ്മ കുരിശിൻ്റെ മഹത്വം അതിലൂടെ പ്രഘോഷിച്ചു. ക്രിസ്തുവിൻ്റെ മഹത്വം പ്രകടമാക്കിയ ബലിപീഠവും മഹത്വത്തിൻ്റെ അച്ചാരവുമായ കുരിശ് മനുഷ്യമക്കൾക്ക് നൽകുന്ന പ്രത്യേക രക്ഷാവലയത്തിൻ്റെ തേജസ് അമ്മ ലാസ്ലെറ്റിൽ കാണിച്ചു തന്നു. കുരിശ് ധരിക്കുന്നത് വഴി പുത്രന് സാക്ഷ്യം നൽകാനുള്ള കരുത്ത് ഓരോ വിശ്വാസിക്കും ലഭിക്കുമെന്ന ആത്മീയ സത്യം ലാസ്ലെറ്റിൽ അമ്മ വെളിപ്പെടുത്തിയെന്ന് സഭാപണ്ഡിതർ നമ്മെ പഠിപ്പിക്കുന്നു. വിശുദ്ധ അൻസലം ഇതിനെക്കുറിച്ച് ഇപ്രകാരം അഭിപ്രായപ്പെട്ടു: കുരിശിൻ്റെ ഭാരം ധ്യാനിക്കുന്ന ഒരാൾക്ക് മാത്രമേ തൻ്റെ പാപത്തിൻ്റെ ഭാരം ബോധ്യപ്പെടുകയുള്ളൂ എന്ന് അമ്മ കണ്ടിരുന്നു. അമ്മ കുനിഞ്ഞ് മുഖം പൊത്തിക്കരഞ്ഞപ്പോൾ ചാഞ്ഞുകിടന്ന കുരിശ് മനുഷ്യമക്കൾക്ക് പറുദീസായിലേക്ക് കയറാനുള്ള ഗോവണിയായും അത് പ്രദാനം ചെയ്യുന്ന സാന്നിധ്യം പരിശുദ്ധ അമ്മയാണെന്നും പിന്നീട് വ്യാഖ്യാനിക്കപ്പെട്ടു. യാക്കോബ് സ്വപ്നം കണ്ട സ്വർഗത്തിലേക്ക് കയറുന്ന ഗോവണി മറിയമാണെന്നും കുരിശിലൂടെയുള്ള രക്ഷാകര പദ്ധതിയുടെ പൂർത്തീകരണമായി അമ്മ നിലകൊള്ളുന്നത് ആ തേജസ്സോടെയാണെന്നും വ്യാഖ്യാനിക്കപ്പെടുന്നു. അമ്മ ധരിച്ചിരുന്ന ചുറ്റിക കുരിശിൽ ദൈവപുത്രൻ ഏറ്റെടുത്ത പാപത്തിൻ്റെ കാഠിന്യത്തെയും പീഡാസഹനത്തെയും സൂചിപ്പിക്കുന്നെന്നും കാലഘട്ടത്തെ തന്നെ മാറ്റിമറിക്കുന്ന ശിലയായി സ്വർഗം കുരിശിനെ മുദ്ര ചെയ്യുന്നതിൻ്റെ അടയാളമാണെന്നും വ്യാഖ്യാനിക്കുന്നു. പുത്രൻ്റെ തിരുമുറിവുകൾ ഉദ്ധിതനായ ക്രിസ്തുവിലുള്ള വിശ്വാസത്തിൻ്റെ അടയാളമായും അതിന് നിദാനമായ ചുറ്റിക ആ തിരുമുറിവുകളെ ധ്യാനിക്കാനുള്ള പ്രത്യേക അടയാളമായും ലാസ്ലേറ്റ് പണ്ഡിതർ പഠിപ്പിക്കുന്നു. അമ്മയുടെ കഴുത്തിൽ കാണപ്പെട്ട ചവണ വിമോചനത്തിൻ്റെ അടയാളമായും പുത്രൻ ഇപ്പോഴും ആത്മാക്കളെ പ്രതി അനുഭവിക്കുന്ന വേദനയെ സൂചിപ്പിക്കുന്നു എന്നും കണ്ടെത്തിയിരിക്കുന്നു. തൻ്റെ പുത്രനെ ലോകമിപ്പോഴും കുരിശിൽ തറയ്ക്കുകയാണെന്നും അതിൽ നിന്നുള്ള മോചനമാണ് അമ്മ ഏറ്റെടുത്തിരിക്കുന്നതെന്നും ഈ അടയാളങ്ങൾ കാണിച്ചു തരുന്നു എന്നും ചില പണ്ഡിതർ വ്യാഖ്യാനിക്കുന്നു. തിരുസഭ വലിയ വെല്ലുവിളികൾ നേരിടുമ്പോഴും നിരീശ്വര തത്വചിന്തകൾ പ്രബലപ്പെടുമ്പോഴും സഭാതനയർ തന്നെ പുത്രനെ നിന്ദിക്കുമ്പോഴും കൂദാശകളും ദൈവിക പദ്ധതികളും ചോദ്യം ചെയ്യപ്പെടുമ്പോഴും അമ്മ തിടുക്കത്തിൽ തിരുസഭയെ പൊതിയുന്നു. തൻ്റെ വിമലമായ ഉടയാട ലോകം മുഴുവൻ വിരിക്കുന്നു.
തള്ളക്കോഴി കുഞ്ഞുങ്ങളെ വിരിച്ച ചിറകിനുള്ളിൽ കരുതുന്നതുപോലെ നമ്മുടെ അമ്മ തിരുസഭയെ കരുതുന്നു. അങ്ങനെ അവൾ സ്വർഗത്തിൻ്റെ സംരക്ഷണത്തിൻ്റെ സുഗന്ധം നമുക്ക് പകരുന്നു. എന്റെ കുഞ്ഞുമക്കളെ, ദിവ്യകാരുണ്യത്തിന്റെ മുൻപിൽ നിങ്ങൾ കരങ്ങൾ കൂപ്പിത്തന്നെ നിൽക്കുവിൻ. ആദ്യമായി ഈശോയെ സ്വീകരിച്ച അതേ ഓർമ്മകളുമായി എപ്പോഴും ദിവ്യകാരുണ്യം സ്വീകരിക്കാൻ ഭക്തിയോടെ വരുവിൻ. അപ്പോൾ സ്നേഹമായി നിങ്ങളിൽ നിറയുന്ന ഈശോയോട് സംസാരിക്കുവാൻ നിങ്ങൾ മറന്നു പോകരുത്. ആ സംഭാഷണം എന്റെ പുത്രൻ ഏറെ ആഗ്രഹിക്കുന്നുവെന്ന് എനിക്കറിയാം. രാജ്യത്തിനെതിരാകും
ശാന്തരായി തീർന്നിടുവിൻ. ദൈവം സ്ഥാപിച്ച കുടുംബങ്ങളെ നരകക്കെണിയിൽ വീഴ്ത്തിയിടാൻ ഇരുളിൻ ശക്തികളണയുന്നു. വഞ്ചകരായവരണയുന്നു. മക്കളെ ഉണർന്നിരുന്നിടുവിൻ. ഭിന്നതയും കലഹങ്ങളും എല്ലാം ക്ഷമിച്ചിടുവിൻ. കൈകോർത്തു പ്രാർത്ഥിക്കുവിൻ. തമ്മിൽ സ്നേഹിക്കുവിൻ. തമ്മിൽ സ്നേഹിക്കുവിൻ. യേശുമാതാവേ ജനനീ ആശ്രയം നീയേ, കദന ഭൂമിയിൽ നിൻ കരചരണം കരുണ തൻ കടലേ, കരുണ തൻ കടലേ. യേശുമാതാവേ ജനനീ ആശ്രയം